ഗോകുൽ രവി കൂടി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. പറയൂ ഗോകുൽ രവി. തീർച്ചയായും നമ്മൾ ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളെ പറ്റിയും ആ സിനിമയുടെ തിരക്കഥയെ പറ്റിയും ഒക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, ആ സിനിമകൾ പറഞ്ഞ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാതെ പോകുന്നത് എങ്ങനെയാണ്? ഉദ്യോഗസ്ഥ ജീവിതം അല്ലെങ്കിൽ അവരുടെ ബ്യൂറോക്രസിയിലെ പുഴുക്കുത്തുകളെ പറ്റി എത്രയോ സിനിമകളിൽ, പ്രത്യേകിച്ച് വരവേൽപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ തിരക്കഥയിലൊക്കെ പ്രധാന തന്തു എന്താണ്? ഒരു സാമൂഹ്യ വിമർശനമാണ്. കറപ്ഷനെ പറ്റി, അഴിമതിയെപ്പറ്റി പറയുന്നു. പൊളിറ്റിക്കൽ സറ്റയറുകൾ, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച സന്ദേശത്തിൽ ഒരുപാട് ഇപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പോലും അതിൽ അരാഷ്ട്രീയതയുണ്ട് എന്ന വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും പലരുടെയും റെഫറൻസ് ഇപ്പോഴും സന്ദേശമാണ്. രാഷ്ട്രീയ വിമർശനം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം സന്ദേശത്തിലെ കഥാപാത്രങ്ങൾ, സന്ദേശത്തിലെ ഡയലോഗുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണ്. ആശയവും പ്രയോഗവും തമ്മിൽ, അല്ലെങ്കിൽ അത് പ്രായോഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രയോഗത്തിൽ വരുമ്പോൾ ആശയങ്ങൾക്ക് എന്ത് അപജയം സംഭവിക്കുന്നു എന്നത് കൃത്യമായി നിരീക്ഷിച്ചതാണ്. ഇടത് സഹയാത്രികനായിരിക്കുമ്പോൾ തന്നെ ഇടത് വിമർശനം അദ്ദേഹത്തിൻ്റെ സിനിമകളിലുണ്ടായിരുന്നു. ആശയ സംഘർഷം, അതുപോലെ തന്നെ വ്യക്തികൾക്കുള്ളിലെ സംഘർഷം, കുടുംബങ്ങൾക്കുള്ളിലെ സംഘർഷം, അതിലെ സാമ്പത്തികമായ അസമത്വത്തിനുള്ള സംഘർഷം, അങ്ങനെ മലയാള ജീവിതത്തിലെ ഒട്ടുമിക്ക സംഘർഷങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് അദ്ദേഹം പ്രമേയമാക്കി. ആ എഴുത്തിൽ ശക്തമായത് പ്രതിഫലിച്ച് 76-ൽ സിനിമയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അടയാറിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അദ്ദേഹം രജനീകാന്തിനൊപ്പം അവിടെ പഠിച്ച ആൾ കൂടിയാണ്. അങ്ങനെ മലയാളത്തിന് പുറത്തേക്കും തമിഴിൽ, ചെന്നൈയിലായിരുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതത്തിൻ്റെ തുടക്കം ചെന്നൈയിലായിരുന്നെങ്കിലും പിന്നീട് പ്രിയദർശൻ്റെ ഒരു നിർബന്ധത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നതും. അങ്ങനെ ഓണം 84-ൽ തിരക്കഥ എഴുതുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും മുത്താരംകുന്ന് POയ്ക്ക് ശേഷം പിന്നീട് ഒരു പക്ഷേ ഡിമാൻഡിങ് ആയ, അല്ലെങ്കിൽ സംവിധായകർ, നിർമ്മാതാക്കളൊക്കെ അങ്ങോട്ടേക്ക് സമീപിക്കുന്ന തരത്തിലേക്ക് ഒരു കഥാകൃത്തായി, എഴുത്തുകാരനായി, സിനിമ എഴുത്തുകാരനായി ശ്രീനിവാസൻ മാറുകയായിരുന്നു. ആ എഴുത്താണ് പിന്നീട് ഒരുപാട് ഹിറ്റുകൾ, ബോയിങ് അടക്കം ഇങ്ങോട്ടേക്ക് പല ഹിറ്റുകളും സമ്മാനിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.